ഇന്നത്തെ റെസിപ്പി കൊള്ളി സ്റ്റൂവാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. കൊള്ളി സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കൊള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. പല സ്ഥലത്തും പല പേരാണ് ഇത് അറിയപ്പെടുക. പണ്ട് കല്യാണത്തിന് മുൻപ് കൊള്ളി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മലപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങളിപ്പോൾ പൂളാന്നാണ് പറയുന്നത് കൊള്ളീനെ. ഏതായാലും ഇതൊക്കെ നുറുക്കിയെടുത്ത് ഇതിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കാം. ഇതിൽ കട്ടൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഇനി ഇത് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കൂറ്റിക്കളഞ്ഞ് ഒന്നുകൂടെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം. കുറച്ച് അധികം വെള്ളം നിൽക്കണം, കാരണം ഇതൊരു കുഴഞ്ഞ പരുവത്തിലുള്ള റെസിപ്പിയാണ്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 1-2 വിസിൽ വരെ വേവിച്ചെടുക്കാം. കൊള്ളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വളരെ ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. നല്ല മൂത്ത സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കൊള്ളി സ്റ്റൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്